ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നതാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിയുടെ ഏകകക്ഷി ആധിപത്യത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും വളരെ പ്രയോജനകരമായ രീതിയിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ധാരാളം സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട്. ഇതിനെ ഒരു സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് പഠന കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് സെൽഫായി കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമയമായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾ മടിയന്മാരാകരുത്. നിങ്ങൾ ഹയർ സെക്കൻഡറി 2ാം വർഷം വിദ്യാർത്ഥികളാണ്. തീർച്ചയായും നിങ്ങളുടെ പബ്ലിക് എക്സാം തീർച്ചയായും മാർച്ചിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായും ചെയ്യണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ഈ 2ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ഈ 2ാമത്തെ അധ്യായത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട നിരവധി വെല്ലുവിളികളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നാഷൻ ബിൽഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്ര രൂപീകരണമായിരുന്നു. ഒന്നാമതായിട്ട് സ്വതന്ത്ര ഭാരതം നേരിട്ട ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നാഷൻ ബിൽഡിംഗ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 600ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചിതറിക്കിടക്കുകയായിരുന്നു. ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളായിട്ട്. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഇന്ത്യ അല്ലെങ്കിൽ യൂണിഫൈഡ് ഇന്ത്യ ആക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. 2ാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു ജനാധിപത്യ വ്യവസ്ഥിതി രാജ്യത്തിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് 2ാമത്തെ വെല്ലുവിളിയായിരുന്നു. ഈ 2 വെല്ലുവിളികളെയും വളരെ കറേജിയസ് ആയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേരിട്ടു, ഇന്ത്യ ഫേസ് ചെയ്തു. അതിൽ സക്സസ് ആയി എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിൽ വരുത്തിയ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ചലഞ്ച് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ നേരിട്ട വെല്ലുവിളികൾ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വരുത്തുന്നതിന്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി കൊണ്ടുവരുന്നതിന് വേണ്ടി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആ വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നോക്കൂ, ഈ സ്വാതന്ത്ര്യാനന്തരം മോസ്റ്റ് ഓഫ് ദ ലീഡേഴ്സ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ലോക രാജ്യങ്ങളിലെ ഏകദേശമുള്ള ഭരണാധികാരികളും തിരഞ്ഞെടുത്തത് they did not show much interest in establishing democratic governments in their states. അവരുടെ രാഷ്ട്രങ്ങളിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടുവരുന്നതിന് കൂടുതൽ ആൾക്കാരും താല്പര്യം കാണിച്ചില്ല. അപ്പോൾ 3ാം ലോക രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയിലെയും ദരിദ്ര രാജ്യങ്ങളെയാണ് 3ാം ലോക രാജ്യങ്ങളെന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ രാജ്യങ്ങളിലെ 3ാം ലോക രാജ്യങ്ങളിലെ അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ഒട്ടുമിക്ക ലീഡേഴ്സും ഡെമോക്രാറ്റിക് വേ തിരഞ്ഞെടുത്തില്ല, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി തിരഞ്ഞെടുക്കുന്നതിൽ വിമുഖത കാണിച്ചു. They believed that democratic system was not suitable for their country. അവരെല്ലാം വിശ്വസിച്ചിരുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന് അനുയോജ്യമായിരുന്നില്ല, അവരുടെ രാജ്യങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നതായിരുന്നില്ല ജനാധിപത്യ വ്യവസ്ഥിതി എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. They gave first priority to national unity rather than democracy. ഡെമോക്രസിയേക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നാഷണൽ യൂണിറ്റിക്കായിരുന്നു, അല്ലെങ്കിൽ ദേശീയ ഐക്യത്തിനായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തത് നാഷണൽ യൂണിറ്റിക്കായിരുന്നു. They argued that democracy would create divisions and conflicts among the people. അവർ അതിന് കണ്ടെത്തിയ വാദം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അതിന് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം ജനങ്ങൾക്കിടയിൽ ഡിവിഷൻസും കോൺഫ്ലിക്ട്സും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേർതിരിവുകളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നു എന്നാണ് ജനാധിപത്യം തിരഞ്ഞെടുക്കുന്നതിന് വിമുഖത കാണിച്ച രാജ്യത്തിലെ ലീഡേഴ്സ് കണ്ടെത്തിയ വാദം എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് എ ഹിൻഡറൻസ് ടു നാഷണൽ യൂണിറ്റി.
So therefore, many of the countries that gained freedom from colonial rule adopted non-democratic rule. അപ്പോൾ കോളനി വൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ കൂടുതൽ രാജ്യങ്ങളും ഒരു നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് പിന്തുടർന്നത്, അല്ലെങ്കിൽ ജനാധിപത്യേതരമായ വ്യവസ്ഥിതികളാണ് അവർ പിന്തുടർന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് നിങ്ങൾക്കറിയാലോ, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയാൻ ഏകാധിപത്യ ഭരണം, അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണം, അതുപോലെ തന്നെ മിലിറ്ററി റൂൾ, ഇങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് പല രാജ്യങ്ങളും പല ലീഡേഴ്സും തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി കൈക്കൊണ്ടത്. എന്നാൽ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് വേയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇന്ത്യ തെരഞ്ഞെടുത്തത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ ലീഡേഴ്സ് അന്ന് ശ്രമിച്ചത്. ഇന്ത്യ ആൾസോ ഫേസ്ഡ് എ സിമിലർ സിറ്റുവേഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നോക്കൂ, ഇതേ സിറ്റുവേഷൻ, അതായത് തേർഡ് വേൾഡ് കൺട്രീസിലെ മറ്റ് രാജ്യങ്ങൾ നേരിട്ടതുപോലെ തന്നെ ഇന്ത്യയും സിമിലർ സിറ്റുവേഷൻ നേരിടേണ്ടി വന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. അതായത് എന്ത് ഭരണം ഇവിടെ നിലവിൽ കൊണ്ടുവരണം, എത്തരത്തിലുള്ള ഭരണവ്യവസ്ഥയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെ വളരെ ഒരു കൺഫ്യൂഷൻ ഇന്ത്യൻ ലീഡേഴ്സിന് ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു അത്. സ്റ്റിൽ ദ നാഷണൽ ലീഡേഴ്സ് ഡിസൈഡഡ് ടു അഡോപ്റ്റ് ദ ഡിഫിക്കൽട്ട് പാത്ത് ഓഫ് ഡെമോക്രസി ഫോർ ഇന്ത്യ. എന്നാൽ ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ ആ ജനാധിപത്യത്തിന്റെ ഡിഫിക്കൽട്ട് വേ തന്നെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സങ്കീർണമായ ജനാധിപത്യത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേതാക്കന്മാർ തീരുമാനിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്ന ഇന്ത്യയുടെ നാഷണൽ ലീഡേഴ്സ് ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം മതിയെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഇൻഫാക്ട് ദർ വെർ സർട്ടൻ സ്പെഷ്യൽ റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ഡെമോക്രസി. അപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് ഡെമോക്രസി തിരഞ്ഞെടുക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ലീഡേഴ്സ് ഇത്തരത്തിൽ ഒരു ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് അവർ അങ്ങനെ ഒരു രീതി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്? അതിന് ചില ന്യായീകരണങ്ങൾ, ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി. ഒന്നാമതായിട്ട് തന്നെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. നോക്കൂ, ബ്രിട്ടീഷുകാർക്കെതിരെ നാം തിരഞ്ഞെടുത്ത സമരമാർഗങ്ങൾ പോലും ഡെമോക്രാറ്റിക്കൽ വേയിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ളതായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നമ്മൾ എടുത്തു പറയുന്ന ഒന്നാമത്തെ വ്യക്തി എന്ന് നമുക്ക് ഒന്നാമത് പറയാൻ കഴിയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത വേ എന്തായിരുന്നു? അഹിംസയുടെ മാർഗമായിരുന്നു, അഹിംസാ മാർഗമായിരുന്നു. ആയുധമെടുത്തുള്ള പോരാട്ടമായിരുന്നില്ല, സായുധ പോരാട്ടമായിരുന്നില്ല, ഒരു ആംഡ് റവല്യൂഷൻ അല്ല ഗാന്ധിജി വിഭാവനം ചെയ്ത് ഒരു പീസ്ഫുൾ റവല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സമാധാനപരമായ സമരമാർഗം. അത് തന്നെ ഒരു ഡെമോക്രാറ്റിക് വേ ആണ്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയാണത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി വേണമെന്ന് അവർ വാദിച്ചു? അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. പിന്നെയോ, the national movement really envisaged a democratic India. ഇന്ത്യയുടെ ദേശീയ സമരം തന്നെ മുന്നോട്ട് വെച്ചത് എന്തായിരുന്നു എന്നാണ്? ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയാണ് അവർ എന്ത് ചെയ്തത്? എൻവിസേജ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയാണ് അവർ അപ്പോഴേ അവരുടെ കൺസെപ്റ്റ് ഉള്ളത് ഒരു ജനാധിപത്യ ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ടാണ് സമരങ്ങൾ പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ പോലും ആ ഒരു വേയിൽ ആയിരുന്നത്. രണ്ടാമത് പറയുന്നത്, ഇന്ത്യൻ ലീഡേഴ്സ് വെയർ ഫുള്ളി കോൺഷ്യസ് ഓഫ് ദ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെമോക്രസി. ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിനുള്ള പ്രാധാന്യം, പൊളിറ്റിക്സിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ നേതാക്കന്മാർ ബോധമുള്ളവരായിരുന്നു. They saw politics not as a problem but as a way to solve the problems. അവർ രാഷ്ട്രീയത്തെ ഒരു പ്രോബ്ലം ആയിട്ടല്ല കണ്ടത്, പിന്നെ എന്താണ്? രാഷ്ട്രീയത്തെ ഒരു പ്രശ്നമായിട്ടല്ല കണ്ടത്, പിന്നെന്താണ്? പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒന്നായിട്ടാണ്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് അവർ രാഷ്ട്രീയത്തെ കണ്ടത്. ഓക്കെ, അടുത്തത് നോക്കൂ, തേർഡ്. In the Indian society, there were several groups having different interests and aspirations. ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത താല്പര്യങ്ങളും
വ്യത്യസ്ത ലക്ഷ്യങ്ങളും ഉള്ള ആൾക്കാരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ പറയല്ലേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യ എന്ന് പറയുന്നതിന് ഡൈവേഴ്സിറ്റീസിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. അതായത് വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം. അപ്പോൾ ഒരു ജാതിയിൽപ്പെട്ടവരല്ല ഇന്ത്യയിലുള്ളത്, ഒരു മതത്തിൽപ്പെട്ടവരല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു റേസിൽപ്പെട്ടവരല്ല. പിന്നെ ഭൂമിശാസ്ത്രപരമായും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഭാഷയിൽ ഒരുപാട് വ്യത്യാസം, വസ്ത്രധാരണ രീതിയിൽ, ഭക്ഷണ രീതിയിലെല്ലാം ഒന്നിലും യൂണിറ്റി ഇല്ലാത്ത വളരെ വൈവിധ്യമുള്ള ജനവിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. The leaders of independent India realized that democratic politics is the best way to settle the conflicts among these various groups. അപ്പോൾ ഇന്ത്യയുടെ നേതാക്കന്മാർ വിചാരിച്ച വേറൊന്നുമല്ല, ഈ വ്യത്യസ്തമായ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഏത് കൊണ്ടേ സാധിക്കുകയുള്ളൂ? ജനാധിപത്യമാണ് പറ്റിയ മാർഗമെന്ന് ഇന്ത്യയുടെ ലീഡേഴ്സ് കണ്ടെത്തി. അപ്പോൾ ഒന്നാം നോക്കിയുള്ളൂ, എന്തുകൊണ്ടാണ് ജനാധിപത്യം തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ലീഡേഴ്സ് ശ്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ദ ഡെമോക്രസി. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? എന്തുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു? ഡെമോക്രസിയുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നേതാക്കന്മാർ വിഭാവനം ചെയ്തിരുന്നത്. രണ്ടാമത് പറയുന്നത് എന്തായിരുന്നു? ഒരിക്കലും ഇന്ത്യൻ നേതാക്കന്മാർ പൊളിറ്റിക്സിനെ ഒരു പ്രശ്നമായിട്ടല്ല കണ്ടത്, പ്രശ്നം പരിഹരിക്കുന്നുള്ള മാർഗമായിട്ടാണ് കണ്ടത്. മൂന്നാമത് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ താല്പര്യങ്ങളും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുമുള്ള ജനങ്ങളാണ്, വ്യത്യസ്തമായ ആഗ്രഹങ്ങളുള്ള ജനങ്ങളാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലുണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് പരിഹരിക്കണമെങ്കിൽ, സംഘർഷം പരിഹരിക്കണമെങ്കിൽ ജനാധിപത്യത്തിനെ കഴിയുമെന്ന് ഇന്ത്യൻ ലീഡേഴ്സ് മനസ്സിലാക്കി. അടുത്തത് എന്താണ് നോക്കും? ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് പൊളിറ്റിക്സ് ആർ പവർ ആൻഡ് കോമ്പറ്റീഷൻ. പൊളിറ്റിക്സിലെ, രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പവർ ആൻഡ് കോമ്പറ്റീഷൻ, അതായത് അധികാരവും മത്സരവും, അല്ലേ? രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട, നമ്മൾ ദൈനംദിനം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ മത്സരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്, അല്ലേ? നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കുക. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയും ഈ രാജ്യത്തിൻ്റെ തന്നെ ദൈനംദിന കാര്യങ്ങളെ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്ന, വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നാലാമത്തെ കാരണമാണ് ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച മാർഗങ്ങളിൽ അതിനുള്ള കാരണങ്ങൾ നാലാമത്തേതാണ്. ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആർ പവർ ആൻഡ് കോമ്പറ്റീഷൻ. പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പവർ ആൻഡ് കോമ്പറ്റീഷൻ. അറ്റ് ദ സെയിം ടൈം ദ അൾട്ടിമേറ്റ് എയിം ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതേസമയം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പൊതു താല്പര്യങ്ങളെ, പബ്ലിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ലീഡേഴ്സ് ഡിസൈഡഡ് ടു ഫോളോ ദിസ് വേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലീഡേഴ്സ് ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നതിന് തീരുമാനിച്ചു, ജനാധിപത്യ മാർഗം തിരഞ്ഞെടുക്കുന്നതിന് തീരുമാനിച്ചു. ജനാധിപത്യത്തിൽ മാത്രമേ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാറുള്ളൂ, ഇല്ലേ? നിങ്ങൾ നോക്കൂ, ധാരാളം ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളുണ്ട്, സ്വേച്ഛാധിപത്യ ഭരണം അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമുള്ള രാജ്യങ്ങളുണ്ട്. നോക്കൂ, അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഉത്തര കൊറിയ, അല്ലേ? ഇതുപോലുള്ള ധാരാളം രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത്? അതേസമയം ജനാധിപത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യത്തിനാണ് മുഖ്യ പരിഗണന. സോ അതുകൊണ്ടാണ് ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യയിലെ ജനാധിപത്യം തിരഞ്ഞെടുക്കുന്നതിന് തീരുമാനിക്കുന്നതെന്നാണ്. ഓക്കെ, the decision of the leaders to select the democratic system was fulfilled by the Indian Constitution. ഈ തീരുമാനം, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതി കൊണ്ടുവരണമെന്നുള്ള നമ്മുടെ നേതാക്കന്മാരുടെ തീരുമാനം ഫുൾഫിൽ ആകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതോടുകൂടിയാണ്. അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തുന്നത്, ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണതയിലെത്തുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വരുന്നതോടുകൂടിയാണ്. ഭരണഘടന എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഈ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോർമലി അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ 26 നവംബർ 1949. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകാരം കൊടുക്കുന്നത് 1949 നവംബർ 26-നാണ്. മാറിപ്പോകരുത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം കൊടുക്കുന്നത് 1949 നവംബർ 26-നാണ്, നവംബർ 26-നാണ്. എന്നാൽ ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജാനുവരി 1950. എന്നാൽ ഇത് നിലവിൽ വരുന്നത്, ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ 2 വർഷം തമ്മിൽ മാറിപ്പോകരുത്. ഈ വർഷങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത് 1949 നവംബർ 26-നാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുന്നത് 1950 ജനുവരി 26. ജനുവരി 26-നാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. At that time, the country was governed by an interim government. ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു ഇടക്കാല ഗവൺമെന്റ് ആയിരുന്നു, ഒരു ഇന്ററിം ഗവൺമെന്റ് ആയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഒന്നുമല്ല. എന്നാൽ ഇനി അടുത്ത കടമ്പ എന്താണ്? ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് വേണം. അതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ സമ്പ്രദായം കൊണ്ടുവരണം, ഇലക്ഷൻ നടപ്പിലാക്കണം. ഇന്ത്യ പോലെയുള്ള വളരെ വൈവിധ്യമുള്ള ഒരു രാജ്യത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യയുടെ നേതാക്കന്മാർ, അന്നത്തെ നാഷണൽ ലീഡേഴ്സ് ഇന്ത്യയെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ അവർ പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നതിന് വേണ്ടി അവർ 4 കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവരെ അതിന് പ്രേരിപ്പിച്ച 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്, അത് പൂർണ്ണമാകുന്നത് 1950 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നതോടുകൂടിയാണ്. ആ സമയത്ത് ഒരു ഇടക്കാല ഗവൺമെന്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടുത്തെ ഗവൺമെന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റുള്ള രാജ്യങ്ങളെയാണ്, സ്വന്തമായി ഭരണഘടനയുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമുള്ള രാജ്യത്തെയാണ് നമ്മൾ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞു, അല്ലേ? ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കണം. ഓക്കെ, അതിനുവേണ്ടി ചില നടപടികൾ, ചില ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ചില മെഷീനറീസ് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യം, ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ജനുവരി 1950. അങ്ങനെ ഇന്ത്യയിൽ അതിനുവേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 1950 ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി. സുകുമാർ സെൻ വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അങ്ങനെ ആ ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനായിട്ട്, അധ്യക്ഷനായിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? സുകുമാർ സെൻ. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? സുകുമാർ സെൻ. മറന്നു പോകരുത്. ഇന്ത്യയുടെ ഒന്നാമത്തെ, വളരെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ആദ്യമായിട്ട്, അതിന് മുൻപൊരു തെരഞ്ഞെടുപ്പ് നടത്തി പരിചയമില്ലാത്ത രാജ്യത്ത്, വളരെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത്, ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഒന്നാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സുകുമാർ സെൻ എന്ന് പറയുന്നത്. Okay, it was expected to conduct the first general election in 1950 itself, but the election commission soon found that holding of a free and fair election in a vast country like India was not an easy thing. നമുക്ക് 1950 തന്നെ തെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നു. പക്ഷേ ഇന്ത്യ പോലെ ഇലക്ഷൻ കമ്മീഷൻ റിയലൈസ് ചെയ്ത് എന്തായിരുന്നു? ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനകത്ത്
ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തണമെങ്കിൽ, അതായത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി. ഹോൾഡിംഗ് ഓഫ് ഇലക്ഷൻസ് റിക്വയർഡ് 2 things. അതായത് ഇലക്ഷൻസ് നീട്ടുന്നതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1950 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. പക്ഷേ ആദ്യത്തെ ഇലക്ഷൻ നടന്നത് 1950 അത് 51 52 നടന്നത്. 52 കൂടുതൽ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്, 1952 ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ട് നീണ്ടുപോയി? അതിന് 2 കാരണങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, ഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോജക മണ്ഡലങ്ങൾ വേണം. നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ അറിയാലോ, അസംബ്ലി തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഓരോ സീറ്റുകൾ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കുന്നതിന് നിയോജക മണ്ഡലങ്ങൾ വേണം, കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ എത്ര ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്? എത്രയാണ്? 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്, അല്ലേ? അപ്പോൾ കേരളത്തെ മൊത്തത്തിൽ 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതുപോലെ രാജ്യത്ത് ആകമാനം എന്ത് ചെയ്യണം? നിയോജക മണ്ഡലങ്ങൾക്ക് ബൗണ്ടറി തീരുമാനിക്കണം. അപ്പോൾ ഇലക്ഷൻ നടത്തണമെങ്കിൽ നിയോജക മണ്ഡലങ്ങൾക്ക് ബൗണ്ടറി തീരുമാനിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. ഓക്കെ. രണ്ടാമത്തെ കാരണം, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ. ഇനിയോ വോട്ടർ പട്ടിക തയ്യാറാക്കണ്ടേ? ആരൊക്കെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് വോട്ടർ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇത് ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വലിയ ടാസ്ക് അല്ല. പക്ഷേ ആദ്യമായിട്ട് എന്ത് തയ്യാറാക്കുകയാണ്? തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കുള്ള ടൈം വേണം. അതുകൊണ്ടാണ് ഇലക്ഷൻ ഹോൾഡ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഹോൾഡ് ചെയ്തത്? 2 കാര്യങ്ങൾ. ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങൾക്ക് ബൗണ്ടറികൾ തീരുമാനിക്കണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ടറൽ റോൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കണം. ഇക്കാരണങ്ങൾ കൊണ്ടാണ് 1950 നടക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് 1952 ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ആ ടെക്സ്റ്റിൽ കൂടെ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട കുറച്ച് വെല്ലുവിളികളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് നിങ്ങൾക്കറിയാവുന്നതാണ്, നാഷണൽ ബിൽഡിംഗ് ആയിരുന്നു, അതായത് രാഷ്ട്ര രൂപീകരണമായിരുന്നു. വലിയൊരു ടാസ്ക് ആയിരുന്നു. അതിനുശേഷം രണ്ടാമത് വരുന്നത് ഇവിടെ ഒരു ഗവൺമെൻറ് വേണം. അപ്പോൾ ഗവൺമെൻറ് വേണമെങ്കിൽ അത് എങ്ങനത്തെ ഗവൺമെൻറ് വേണം എന്നുള്ളതാണ്. ഡിക്റ്റേറ്റർഷിപ്പ് വേണോ, മിലിറ്ററി സിസ്റ്റം വേണോ, അല്ലെങ്കിൽ ജനാധിപത്യം വേണോ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ലീഡേഴ്സിന് പിന്നെ രണ്ടാമതൊന്നും മറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളും നോൺ ഡെമോക്രാറ്റിക് വേയിലൂടെ സഞ്ചരിച്ചപ്പോൾ, നിങ്ങൾക്കറിയാം, നോൺ ഡെമോക്രാറ്റിക് വേയിലൂടെയൊക്കെ സഞ്ചരിച്ച നമ്മുടെ അയൽ രാജ്യങ്ങളുടെ എല്ലാം അവസ്ഥ ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ ഇന്ത്യൻ ലീഡേഴ്സ് വേറൊന്നും നോക്കിയില്ല. അവർ ഡെമോക്രാറ്റിക് വേ, ഇവരെല്ലാം എല്ലാ നേതാക്കന്മാരും പറഞ്ഞ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ പ്രശ്നസങ്കീർണമായ ജനാധിപത്യത്തിൻ്റെ പാത തന്നെ തിരഞ്ഞെടുത്തു. അത് തിരഞ്ഞെടുക്കുവാനുള്ള 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെന്താണ്? അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതി ഇന്ത്യയിൽ പൂർണ്ണമാകുന്നത് ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ്. 1950 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് പൂർണ്ണമാകണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് വേണം. ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് വേണം. അതിനു വേണ്ടിയിട്ട് ഒരു മിഷനറി ആവശ്യമാണ്. ആ മിഷനറിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ 1950 തന്നെ ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചു. പക്ഷേ ഇലക്ഷൻ പിന്നെയും ഹോൾഡ് ചെയ്തു. ആ ഇലക്ഷൻ ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? 2 കാരണങ്ങളാണ്. ഒന്ന്, നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കണം, അതിർത്തികൾ നിർണ്ണയിക്കണം. രണ്ടാമതായിട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഹോൾഡ് ചെയ്യുവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നിർത്തിയത് 2 കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇലക്ഷൻ ഹോൾഡ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. എ ലോട്ട് ഓഫ് ടൈം വാസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദീസ് വർക്ക്സ്. ഈ 2 കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം ആവശ്യമാണ്, അല്ലേ? നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണമെന്ന് കുറച്ച് സമയം ആവശ്യമാണ്. വെൻ ദ ഇലക്ഷൻ റോൾ വാസ് പബ്ലിഷ്ഡ് സെവറൽ മിസ്റ്റേക്സ് വെയർ ഫൗണ്ട് ഇൻ ഇറ്റ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ റോൾ തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് അതിൽ കടന്നുകൂടി. ഏകദേശം 40 lakhs വിമൻ, അതായത് 40 ലക്ഷം സ്ത്രീകളുടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരുന്നില്ല ലിസ്റ്റിൽ. ആ സ്ഥാനത്തൊക്കെ മിക്കവാറും ഇങ്ങനെയാണ്, വിത്തൗട്ട് മെൻഷനിങ് ദെയർ നെയിംസ്, അവരുടെ നെയിം മെൻഷൻ ചെയ്യുന്ന, അതായത് പേരിന് പകരം ഇങ്ങനെ കൊടുത്തിരുന്നു. ദേ വെയർ സിംപ്ലി ലിസ്റ്റഡ് എ വൈഫ് ഓഫ് ഡാഷ്, ഡോട്ടർ ഓഫ് ഡാഷ്, അങ്ങനെ വളരെ സിമ്പിളായിട്ട് അവരതിനെ ഉൾപ്പെടുത്തിയിരുന്നു. നമുക്കറിയില്ലേ, നമ്മുടെ ഇലക്ഷൻ അതായത് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പേര് തന്നെ കാണും. അല്ലാതെ ഡോട്ടർ ഓഫ് ഡാഷ് അല്ലെങ്കിൽ അപ്പോൾ ഡോട്ടർ ഓഫ് ഡേവിഡ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് സുകുമാരൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ വൈഫ് ഓഫ് രാജേഷ് അല്ലെങ്കിൽ വൈഫ് ഓഫ് സുകുമാരൻ അങ്ങനെയല്ല അല്ലേ. പക്ഷേ അവർ വളരെ സിമ്പിളായിട്ട് അങ്ങനെയാണ് അത് അന്ന് രേഖപ്പെടുത്തിയിരുന്നതെന്നാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഡിഡ് നോട്ട് അപ്രൂവ് ദിസ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഈ ലിസ്റ്റിന് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ഈ ഇലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് തന്നെ വളരെ സമയം വേണ്ടി വന്നു. അത് തയ്യാറാക്കിയപ്പോൾ തന്നെ 40 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുടെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പകരം ഡോട്ടർ ഓഫ് ഡാഷ് അല്ലെങ്കിൽ എന്താണ് വൈഫ് ഓഫ് ഡാഷ് എന്നിങ്ങനെ വളരെ എളുപ്പത്തിൽ അവർ രേഖപ്പെടുത്തുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അതിന് അംഗീകാരം കൊടുത്തില്ല. ദ കമ്മീഷൻ ഓർഡേർഡ് ടു റിവൈസ് ദ ഇലക്ട്രൽ റോൾ മേക്കിംഗ് നെസസറി ചേഞ്ചസ്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഇലക്ട്രൽ റോളിനെ വീണ്ടും ഒന്നേന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു. ദ പ്രിപ്പറേഷൻ ടു കണ്ടക്ട് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് റിയലി എ ഹെർക്കൂലിയൻ ടാസ്ക്. അപ്പോൾ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് യഥാർത്ഥമായി ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ഒരു വലിയ ഹിമാലയൻ ജോലി തന്നെയായിരുന്നു ആ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ദെയർ ഹാഡ് നെവർ ബീൻ സച്ച് ആൻ ഇലക്ഷൻ ഇൻ ദ വേൾഡ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അതിന് മുന്നേ ഒരു റോൾ മോഡലായിട്ട് ഇവർക്ക് എടുത്തു വയ്ക്കാൻ മുന്നിലൊന്നുമില്ല. കാരണം അതിന് മുന്നേ ഇങ്ങനെ ഒരു ഇലക്ഷൻ ലോകത്തൊരിടത്തും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെയും നമുക്ക് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ റോൾ മോഡലാക്കിക്കൊണ്ട് അതിനെ മോഡലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇതിന് മുന്നേ ഒരു ഇലക്ഷൻ ആരും കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ എന്താ, അറ്റ് ദാറ്റ് ടൈം ദെയർ വെയർ 17 crore എലിജിബിൾ വോട്ടേഴ്സ്. ആ സമയത്ത് തന്നെ ഏകദേശം 17 കോടി വോട്ടർമാർ, അതായത് യോഗ്യതയുള്ള വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നാണ്. 17 കോടി വോട്ടർമാരുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്, ദേ ഹാഡ് ടു ഇലക്ട് 3200 MLAs, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 3200 MLA-മാരെ തിരഞ്ഞെടുക്കണം. പിന്നെയോ ആസ് ആൻഡ് ഫോർ 89 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, 489 ലോക്സഭാ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കണം. 17 കോടി വോട്ടർമാർ, 3200 MLA-മാരെ തിരഞ്ഞെടുക്കണം, 489 MP-മാരെ തിരഞ്ഞെടുക്കണം, അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അതാണ് MP എന്ന് പറയുന്നത്. ഓൺലി 50% ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് വെയർ ലിറ്ററേറ്റ്. നോക്കൂ, ഈ 17 കോടി യോഗ്യതയുള്ള, അതായത് വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ള 17 കോടി വോട്ടർമാരിൽ സാക്ഷരരായവർ അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസമുള്ളവർ എത്രമാത്രമാണ് ഉണ്ടായിരുന്നത്? സ്വന്തം പേരെങ്കിലും എഴുതാൻ കഴിയുന്ന വെറും 15% പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, ഈ 15% പേര്, ബാക്കി വരുന്ന എത്ര ശതമാനം? 85% എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരാ. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ വെച്ചുകൊണ്ടാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഈ ജനതയെ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അപ്പോൾ അതൊരു വലിയ ജോലിയാണോ അല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ ഇതൊരു അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ 17 കോടി വോട്ടർമാർ, 3200 MLA-മാരെ തിരഞ്ഞെടുക്കണം, 489 MP-മാരെ തിരഞ്ഞെടുക്കണം. ഈ വോട്ടർമാരിൽ എത്ര ശതമാനത്തിന് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ? 15% മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. Therefore, the election commission had to think of a special method of voting. ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആൻഡ് പോളിംഗ് സ്റ്റാഫ് ടു കണ്ടക്ട് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് 3 ലക്ഷം വോളണ്ടിയേഴ്സിനാണ് ട്രെയിനിങ് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ. പിന്നെ ഓഫീഷ്യൽസും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒഫീഷ്യൽസിനും വോളണ്ടിയേഴ്സിനുമായിട്ട് ഏകദേശം 3 ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇലക്ഷൻ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ഇൻ എ പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി. അപ്പോൾ
ഇന്ത്യയെ പോലെയുള്ള വളരെ ദരിദ്രമായ ഇലിറ്ററേറ്റ് കൺട്രിയിൽ ഒന്നാമതായിട്ട് നേരിട്ട ഒരു ടെസ്റ്റായിരുന്നു, ഫസ്റ്റ് ടെസ്റ്റായിരുന്നു ഈ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുണ്ടായിരുന്നതെല്ലാം യൂറോപ്പിലെയും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെയും സമ്പന്ന രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹൗവർ ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ് the right to vote was denied to women. അതിലുപരിയായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അന്ന് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ ആ സമയത്തും ജനാധിപത്യ രാജ്യങ്ങൾ ആയിരുന്ന പല സമ്പന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അന്നും അത് തന്നെയാണ്. ഇന്ത്യ പല യൂറോപ്യൻ രാജ്യങ്ങളും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ത്യ അപ്പോഴും എല്ലാവർക്കും, അതായത് എല്ലാ അഡൽട്ട് സിറ്റിസണിനും, അതായത് പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകി. ബോത്ത് ദ സൈസ് ഓഫ് ദ കൺട്രി ആൻഡ് ദ നാച്ചർ ഓഫ് ദ ഇലക്ടറേറ്റ് മെയ്ഡ് ദ ഇലക്ഷൻ അൺയൂഷ്വൽ ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ. ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് റിയലി എ ബോൾഡ് ആൻഡ് റിസ്കി എക്സ്പെരിമെന്റ്. നോക്കൂ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് വളരെ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഈവൻ ദ മീഡിയ ലുക്ഡ് അറ്റ് ദിസ് ഇലക്ഷൻ വിത്ത് എ ക്രിട്ടിക്കൽ ഐ. മീഡിയാസ് ഉണ്ടല്ലോ, മാധ്യമങ്ങൾ ഈ ഇലക്ഷനെ ഒരു ക്രിട്ടിക്കൽ ഐയിലൂടെയാണ് കണ്ടത്. ക്രിട്ടിക്കൽ ഐ എന്ന് പറഞ്ഞാൽ വിമർശനപരമായ ഒരു വിമർശന ബുദ്ധിയിലാണ് അവർ എപ്പോൾ വിമർശിക്കുവാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വിമർശിക്കുക. നമുക്ക് മീഡിയാസിന് അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് വിമർശനം ആ മീഡിയാസിന്റെ ഒരു പ്രധാന മീഡിയമാണ്. ഓക്കെ, അപ്പോൾ അവരും ഒരു ക്രിട്ടിക്കൽ ഐയിലൂടെയാണ് ഈ ഇലക്ഷനെ കണ്ടത്. അവർ ഈ ഇലക്ഷനെ വിളിച്ചത് ഇങ്ങനെയാണ്, ദേ കോളിംഗ് ഇറ്റ് ദ ബിഗ്ഗസ്റ്റ് ഗാംബിൾ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്നാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനെ അന്നത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, കിട്ടിയാ കിട്ടി, പോയാൽ പോയി, അതാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ അന്നത്തെ ഒരു മീഡിയാസിനും ഒരു ഉറപ്പുമില്ലായിരുന്നു ഇത് സക്സസ് ആവുമെന്നുള്ള കാര്യം. അപ്പോൾ അത്രയും വലിയൊരു ചലഞ്ചാണ് ഇന്ത്യ ഏറ്റെടുത്തത്, നാഷണൽ ബിൽഡിങ്ങിന് ശേഷം ഏറ്റെടുത്തത്. ഓക്കെ, അപ്പോൾ അന്ന് മീഡിയാസ് എന്താണ് പറഞ്ഞത്, ഈ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിനെ വിളിച്ചത് എന്തായിരുന്നു? ദ ബിഗ്ഗസ്റ്റ് ഗാംബിൾ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്നാണ് ഇന്ത്യയിൽ നടന്ന ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനെ ആര് വിശേഷിപ്പിച്ചത്? ഒന്നാമത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ മീഡിയാസ് വിശേഷിപ്പിച്ചത്. The elections were postponed twice and finally held between October 1951. ഇലക്ഷൻ 2 തവണ മാറ്റിവെച്ചു, പോസ്റ്റ്പോൺ ചെയ്തു. അവസാനം 1951 ഒക്ടോബറിൽ ഇലക്ഷൻ നടന്നു. ആൻഡ് ഫെബ്രുവരി 1952, 51ലും ഫെബ്രുവരി 1952 രണ്ട് സെക്ഷനായിട്ടാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. ഒന്ന് 1951 ഒക്ടോബറിലും മറ്റൊന്ന് ഫെബ്രുവരി 1952, 1952 ഫെബ്രുവരിയിലുമായിരുന്നു രണ്ടാമത് നടന്നത്. അങ്ങനെ സ്റ്റിൽ ഇറ്റ് വാസ് നോൺ എസ്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റിൽ ഇറ്റ് വാസ് നോൺ എസ് ഇലക്ഷൻ ഓഫ് 1952. 2 ഘട്ടമായിട്ടാണ് നടന്നതെങ്കിലും നമ്മൾ അതിനെ ഇപ്പോഴും അറിയപ്പെടുന്നത് 1952 പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കാരണം? ബിക്കോസ് ഇലക്ഷൻ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ വാസ് കണ്ടക്ടഡ് ഇൻ ജനുവരി 1952. അതായത് ഇന്ത്യയിലെ കൂടുതൽ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നത് 1952 അതുകൊണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇതിനെ 1952 ഇലക്ഷൻ എന്ന് അറിയപ്പെടുവാനുള്ള കാരണം. അപ്പം നിങ്ങൾ മറന്നു പോകരുത്, 2 സമയത്തായിട്ടാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ജനറൽ ഇലക്ഷൻ നടന്നത്. ഒന്നാമത് 1951 രണ്ടാമത് നടന്നത് 1952. സോ ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഇലക്ഷൻ ഓഫ് 1952 എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ കൂടുതൽ സ്റ്റേറ്റ്സിലും തെരഞ്ഞെടുപ്പ് നടന്നത് 1952 ആയതുകൊണ്ടാണ് ഇതിനെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? It took 6 months to complete election campaigning, elections and counting of votes. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്, ഇലക്ഷൻ കൗണ്ടിങ്, വിജയികളെ പ്രഖ്യാപിക്കൽ എല്ലാം കൂടെ എത്ര മാസം എടുത്തു എന്നാണ്? 6 മാസം എടുത്തു. ആ ഒരു പ്രോസസ്സ് 6 മാസമാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കൂടെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ നടന്ന് 1-2 ദിവസത്തിനകത്ത് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, ദിവസങ്ങൾക്ക് തന്നെ ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഭയങ്കരമായ ഒരു റിസ്കി ഫാക്ടറൊന്നും അല്ല ഇന്നിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത്. പക്ഷെ അന്ന് അത് 6 മാസത്തോളം നീണ്ടു നിന്നു എന്നാണ്. സിൻസ് ദെയർ വെയർ 4 candidates for each seat, the election was very competitive. ഓരോ സീറ്റിലും 4 സ്ഥാനാർത്ഥികൾ വീതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വളരെ മത്സരബുദ്ധിയോടുകൂടിയുള്ളതായിരുന്നു. മോർ ദാൻ ഹാഫ് ഓഫ് ദ എലിജിബിൾ വോട്ടേഴ്സ് എക്സസൈസ്ഡ് ദെയർ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം 50% വരുന്ന വോട്ടേഴ്സ് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു.
Thus participation of the voters also was encouraging. അപ്പോൾ അവരുടെ ഈ ഒരു വോട്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രോത്സാഹനജനകമായിരുന്നു. മനസ്സിലായി. കാരണം എന്താണ്, ആദ്യമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 50% വരുന്ന ഇന്ത്യയെ പോലൊരു ഒരു പൂറായിട്ടുള്ള, ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഒരു നിരക്ഷരത നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 50% ആൾക്കാർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു. അതിൽ ഒന്നാമത് തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ആ വോട്ടേഴ്സ് ലിസ്റ്റ് അംഗീകരിച്ചില്ല. വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറയുകയായിരുന്നു. ദെൻ അങ്ങനെ ഈ രണ്ടാമത് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി. ഒടുവിൽ ഇലക്ഷനിൽ ഏകദേശം അന്ന് 17 crore എലിജിബിൾ വോട്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. അതായത് 17 കോടി വോട്ടവകാശമുള്ള ആൾക്കാരുണ്ടായിരുന്നു. 17 കോടിയാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 15% മാത്രമേ ലിറ്ററേറ്റ് ആയിരുന്നുള്ളൂ, അതായത് സാക്ഷരരായിട്ടുള്ളവർ. പിന്നെയോ അതിനുശേഷമുള്ള പ്രശ്നം എന്താണ്, 3200 MLA തിരഞ്ഞെടുക്കണം, 489 MP തിരഞ്ഞെടുക്കണം. ഇതായിരുന്നു ആ ഇലക്ഷനിലെ ജനങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്കിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു 3 lakhs ഓഫീസേഴ്സിനും വോളണ്ടിയേഴ്സിനും എന്ത് ചെയ്തു, ട്രെയിനിങ് കൊടുത്തു. അവരെ അതിന് വേണ്ടിയിട്ട് സജ്ജരാക്കി. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 1951 52 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മൾ പറഞ്ഞതാണ് 1951 52 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിനെ അറിയപ്പെടുന്നത് 52 തിരഞ്ഞെടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് 1952 ആയതുകൊണ്ട് തന്നെ ഇതിനെന്തെന്നറിയപ്പെടുന്നു, 1952 തിരഞ്ഞെടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞത്, ആ സമയത്ത് ജനാധിപത്യം നിലവിലിരുന്നത് യൂറോപ്പിലും അതുപോലെ നോർത്ത് അമേരിക്കയിലെ സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി ആയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അഡൽട്ട് സിറ്റിസൺസിന് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഇത് യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ സക്സസ് ആയിരുന്നു. കാരണം ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പരാജയപ്പെട്ടവർ പോലും ആ ഇലക്ഷൻ എന്ത് ചെയ്തു, അംഗീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ നല്ല ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ വിശേഷിപ്പിക്കുന്നത്, അതായത് ഈ 1952 തെരഞ്ഞെടുപ്പിനെ അറിയപ്പെടുന്നത് എന്താണ്, ദ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ആൾ ഓവർ ദ വേൾഡ് എന്നാണ്. ലോകത്താകമാനമുള്ള ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്നാണ് 1952 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ചില രീതികൾ, അതായത് നമ്മുടെ അന്നത്തെ വോട്ടിംഗ് മെത്തേഡ്സ് അല്ല ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യ സമയത്ത് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 4 പേർക്കും വേണ്ടി പ്രത്യേകം പോളിംഗ് ബൂത്തിനകത്ത് പ്രത്യേകം ബാലറ്റ് ബോക്സ് രേഖപ്പെടുത്തിയിരിക്കും, ബാലറ്റ് ബോക്സ് വെച്ചിരിക്കും. 4 പേർക്കും 4 ബാലറ്റ് ബോക്സ്. വോട്ടർമാർക്ക് വരുന്നവർക്ക് ഒരു വെള്ള പേപ്പർ കൊടുക്കും. ഈ ബോക്സിൻ്റെ പുറത്ത് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ സ്ഥാനാർത്ഥിയുടെ ബോക്സിനകത്ത് ഈ പേപ്പർ മടക്കി ഇടുകയായിരുന്നു ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് സിസ്റ്റം. കാരണം അത് അങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മൾ പറഞ്ഞ് 85% പേരും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ അവർക്ക് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബാലറ്റ് പേപ്പർ വന്നു. ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ബാലറ്റ് പേപ്പറിനകത്ത് തന്നെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് തരുന്ന സീൽ പതിപ്പിക്കുക. ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് അതിൽ സീൽ പതിപ്പിക്കുക. പിന്നീട് അതിപ്പോൾ ഏറ്റവും പുതിയ രീതി എന്ന് പറഞ്ഞാൽ EVM അല്ലെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇപ്പോൾ അതായത് നമ്മൾ പോവുക, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ അമർത്തുക, ഒരു ബീപ്പ് ശബ്ദം കേൾക്കും, അപ്പോൾ വോട്ടായി. വളരെ പെട്ടെന്ന് തന്നെ കൗണ്ടിങ് നടക്കും. അന്ന് കൗണ്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, കാരണം ഇതെല്ലാം പിന്നെയും റീപോളിംഗ്, ഇപ്പോൾ അങ്ങനെയൊന്നും റീകൗണ്ടിങ് ഒക്കെ വരും ധാരാളം. ഇപ്പോൾ അത് വരുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കൗണ്ടിങ്ങും കഴിയും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇലക്ഷൻ മെത്തേഡ് തന്നെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്.
ഇന്ത്യയിൽ ഏകദേശം 2004 എല്ലാ സംസ്ഥാനങ്ങളിലും എന്തായി EVM സിസ്റ്റമായി അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സിസ്റ്റം വന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ പാഠത്തിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. കോൺഗ്രസ് ഡോമിനേഷൻ ഇൻ ദ ഫസ്റ്റ് 3 ഇലക്ഷൻസ്. നോക്കിക്കോളൂ, ആദ്യം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആധിപത്യമായിരുന്നു ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസിലും. ദ കോൺഗ്രസ് പാർട്ടി ഡോമിനേറ്റഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് ബിറ്റ്വീൻ 1952 ആൻഡ് 1977. 1952 മുതൽ 1977 വരെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു ശക്തിയായി നിലനിന്നിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആധിപത്യമായിരുന്നു. 52 മുതൽ 77 വരെ അവരുടെ ആധിപത്യമായിരുന്നു. During this period, Congress was the ruling party at the center and the most of the state. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ സമയത്ത് കോൺഗ്രസ് കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും ഭരണം നടത്തി. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ആര് തന്നെയായിരുന്നു? കോൺഗ്രസ് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ തന്നെ സംസ്ഥാനങ്ങൾ ഭരിക്കണമെന്നില്ല. എന്താണ്, കേന്ദ്രത്തിൽ NDA എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്നത് LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ്. അത് തമിഴ്നാട്ടിൽ പോകുമ്പോൾ AIDMK ആകുന്നു. അത് പിന്നെന്താണ്, തെലങ്കാനയിൽ പോകുമ്പോൾ അത് വേറെ രാഷ്ട്രീയ പാർട്ടിയാകുന്നു. ബീഹാറിൽ പോകുമ്പോൾ വേറെയാകുന്നു. പ്രാദേശിക പാർട്ടികൾ, ജനതാദൾ, ഇങ്ങനെ ഓരോരോ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. കേന്ദ്രം ഭരിച്ചിരുന്നതും സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നതും കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു. ദ പീരീഡ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് ഈസ് കാൾഡ് ദ പീരീഡ് ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഇതാണ് നമ്മൾ ചാപ്റ്ററിന്റെ പേര്, വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഏക പാർട്ടി ആധിപത്യത്തിന്റെ കാലഘട്ടം. ഏക പാർട്ടി ആധിപത്യം, വൺ പാർട്ടി ഡോമിനൻസ്, ഏക പാർട്ടി ആധിപത്യം. അപ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു പീരീഡ് 1952 മുതൽ 1977 വരെയുള്ള ഈ കാലഘട്ടത്തെ എന്തെന്നറിയപ്പെടുന്നു? വൺ പാർട്ടി ഡോമിനൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഏക പാർട്ടി ആധിപത്യം എന്നാണ് അറിയപ്പെടുന്നത്. ഏക പാർട്ടി ആധിപത്യം എന്നറിയപ്പെടുന്നു. ദ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. ആദ്യം നടന്ന 3 ജനറൽ ഇലക്ഷൻസിലും കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യം തന്നെ ആയിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? When the result of the first general election was declared, as everybody expected, Congress party achieved a great victory. അപ്പോൾ ഒന്നാമത് ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നല്ല ഭൂരിപക്ഷം നേടുമെന്ന്. 3 factors might have helped the Congress party in getting such a victory. കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു വിജയം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 കാരണങ്ങളുണ്ടായിരുന്നു, 3 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ആ 3 ഫാക്ടേഴ്സ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയധികം ആധിപത്യം, ആദ്യത്തെ 3 ഇലക്ഷൻസിലും ആധിപത്യം ലഭ്യമാകുന്നതിനുള്ള കാരണം എന്താണ്? ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഫസ്റ്റ് വൺ, ദ കോൺഗ്രസ് പാർട്ടി ഹാഡ് ഇൻഹെറിറ്റഡ് ദ ലെഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ്. ഒന്ന്, ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് ആര്? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നല്ലോ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. 1885 കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് 1885 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് രാജ്യത്താകമാനം ഒരുമിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ ഫോം ആയിരുന്നു ഏത്? ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1885 രൂപം കൊണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇലക്ഷൻ നേരിടുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ആ പാരമ്പര്യം പറയാനുണ്ടായിരുന്നു. ദ പാർട്ടി പ്ലേഡ് എ വെരി സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. നാച്ചുറലി ദ വോട്ടേഴ്സ് സ്റ്റുഡ് വിത്ത് ദ കോൺഗ്രസ് പാർട്ടി. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ക്രൂഷ്യൽ റോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. സോ അതുകൊണ്ട് സ്വാഭാവികമായും ജനങ്ങളുടെ പിന്തുണ ആർക്കുണ്ടായിരുന്നു? കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, second one, Congress was the only party which had a nationwide organizational structure.
ഒരു സംഘടനാ രൂപം, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുള്ള അല്ലെങ്കിൽ ഒരു സംഘടിത രൂപമുള്ള ഒരേ ഒരു പാർട്ടി രാജ്യത്താകമാനം, അതാണ് ശ്രദ്ധിക്കേണ്ടത്, രാജ്യത്താകമാനം സംഘടനാ സംവിധാനമുള്ള ഒരേ ഒരു പാർട്ടി ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അത് തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? there were several popular and charismatic leaders like ജവഹർലാൽ നെഹ്റു in the കോൺഗ്രസ് പാർട്ടി. നോക്കൂ, വളരെ പോപ്പുലർ ആയിട്ടുള്ള, ജനകീയരായിട്ടുള്ള, ജനങ്ങളെ ആകർഷിക്കുവാൻ കഴിവുള്ള ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ധാരാളം ലീഡേഴ്സ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. Nehru played a prominent role in the victory of the party by leading the election campaigns throughout the country. രാജ്യത്താകമാനം ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പാർട്ടിയെ നയിക്കുവാൻ നെഹ്റു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സുമാണ് ആദ്യത്തെ ഇലക്ഷൻസിലെല്ലാം തന്നെ കോൺഗ്രസിന് ഒരു ഡോമിനേഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു ആധിപത്യം ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടിയാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത് പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയായിരുന്നു രാജ്യത്താകമാനം സംഘടനാ സംവിധാനമുള്ള ഒരേ ഒരു പാർട്ടി, അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു. ഓക്കെ. മൂന്നാമത് പറഞ്ഞത് വേറൊന്നുമല്ല, എന്താണ്? വളരെ പോപ്പുലർ ആയിട്ടുള്ള, കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു. നെഹ്റുവിനെ പോലെയുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്. രാജ്യത്താകമാനം കോൺഗ്രസ് പാർട്ടിക്ക് പ്രചരണം നടത്തുന്നതിന് നെഹ്റു ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ ഉണ്ടായിരുന്നു. ഈ 3 ഫാക്ടേഴ്സാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആധിപത്യം നേടിക്കൊടുത്തത്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 52 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ, 1952 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഒരു ആധിപത്യം നേടിക്കൊടുത്ത 3 ഫാക്ടേഴ്സ് ഇവയൊക്കെയാണ്. അപ്പോൾ ഈ പീരീഡിനെ അറിയപ്പെടുന്നതാണ് വൺ പാർട്ടി ഡോമിനൻസ് എന്നറിയപ്പെടുന്നു, ഏക പാർട്ടി ആധിപത്യം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ഫസ്റ്റ് ക്ലാസ് നമുക്ക് ഈ ഒരു സമയം നമുക്ക് നിർത്താം. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ അധ്യാപകർ നേരിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമല്ല, നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ എന്താണ് യൂട്യൂബ് ലൈവ് ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഇന്ന് പഠിപ്പിച്ച ഭാഗത്തിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിനകത്ത് നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നോട്ട്സ് പിന്നീട് തരും. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന് തന്നെ കൃത്യമായും ഈ വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചത്, ആ ഭാഗത്തു നിന്നുള്ള പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി അതിനകത്തു നിന്നുള്ള മാക്സിമം ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി വയ്ക്കുക. അടുത്ത ക്ലാസ് എന്നാണെന്ന് സാർ അറിയിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഒരു ചെറിയ ചാപ്റ്ററാണ്, അടുത്ത ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കുറച്ച് കൂടുതൽ സമയം അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി നിങ്ങൾ വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.